ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ പ്ലസ് ടു ഫിസിക്സിൻ്റെ എക്സാം കലാശക്കൊട്ടാണ്. അപ്പോൾ തൊട്ടുമ്പത്തെ വീഡിയോസുകളിലായിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 4 വരെ 4 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ എക്സാമിൻ്റെയും സ്മൈൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അത് കാണാത്തൊരു നിർബന്ധമായിട്ട് അത് കാണാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു സമ്മറിയാണ് ഈ ഒരു വീഡിയോ. ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് പഠിക്കണം എന്നല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ഇൻ കേസ് ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പഠിക്കാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂളാവണം, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കൂളാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ വരുന്ന ഡിഫറൻറ്റ് മോഡും പ്രോബ്ലംസും ഡെറിവേഷൻസും ഒക്കെ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് ഷ്യൂർലി അത് കിട്ടിയിട്ടുണ്ടാകും. തൊട്ടുമ്പത്തെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ പലതരത്തിലുള്ള റെയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഷ്യൂർലി ഒരു ടെൻഷൻ ഒടിക്കേണ്ട. എന്ത് ടഫ് വന്നു കഴിഞ്ഞാലും നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ചാപ്റ്ററിലെയും ടോപ്പിക്സുകൾ പെട്ടെന്ന് പറഞ്ഞു പോയാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ആണ് കേട്ടോ. മസ്റ്റ് സ്റ്റഡി ഇത് മാത്രമല്ല, മസ്റ്റായിട്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിലാണ് കേട്ടോ ഓർഡർ ഉള്ളത്. അതങ്ങനെ ഓരോ ചാപ്റ്റർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിന് 3 ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. 5 മാർക്കാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഇലക്ട്രിക് ഡൈപോൾ തരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്സിയലും ഇക്വറ്റോറിയലിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഡൈപോൾ വെക്കുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷനിലെ ടോയ്സിക്കൽ പി ഇ സൈൻ തീറ്റ അതിൻ്റെ ഡെറിവേഷൻ, പിന്നെ കൂളംസ് ലോ എന്താണ്, പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 1 വേർഡ് സെഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് മസ്റ്റ് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത്. 1 വേർഡ് സെഷൻസ് ഒക്കെ വരാം. ഇത് നമ്മൾ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ആ ഭാഗമൊക്കെ. അപ്പം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർക്ക് പലതരത്തിലുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇപ്രാവശ്യത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 7 42 1 വേർഡ്സ് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോ സെഷനിലും നിങ്ങൾക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടും. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. കാരണം ആ ഒരു ട്രിക്കി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്കവിടെ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ ഇല്ലേ, C=ε0 ഡെറിവേഷൻ, പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, സീരീസ്, പാരലൽ, പ്രോബ്ലംസ് നമുക്ക് വേണം പ്രതീക്ഷിക്കാം. ദെൻ ഇലക്ട്രിക് ഡൈപോൾ തരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവസാനത്തെ 5 മാർക്കിൻ്റെ സെഷനിൽ അത് വരുന്നുണ്ട്. ദെൻ വർക്കിൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് വർക്കിൻ്റെ ഇക്വേഷൻ ഇല്ലേ, പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2, അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ഇത് പഠിച്ചാൽ മതി. W=P E ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. പിന്നെ അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി U ക്യാപിറ്റൽ U മൈനസ് പി ഇ കോസ് തീറ്റ. അപ്പോൾ അതിൽ നിന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഷുവർലി നമുക്കത് പഠിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ദെൻ ഗോയിങ് ടു ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി. ഇപ്രാവശ്യം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരിക. അത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്, കിർച്ചോഫ്സ് ലോസ്, പിന്നെ ഓംസ് ലോൻ്റെ ഭാഗം പഠിക്കണം. റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഇൻ കേസ് ഏതെങ്കിലും പഠിക്കാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കവർ ചെയ്യുക കേട്ടോ. ദെൻ 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ ബയോട്ട് സാവാട്ടിലോ, ആ ബയോട്ട് സാവാട്ടിലോൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് കോയിൽ, അത് ആക്സിസും സെൻറ്ററും പഠിക്കണേ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് കാണാം. ദെൻ അത് കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ടിലോ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. സോളിനോയിഡിൻ്റെയും വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. ദെൻ MCG എന്താണ്, അത് ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കുന്നതും ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കുന്നതിൻ്റെ കൺവേർഷനും പ്രോബ്ലംസും അവിടെ നിന്ന് വരാറുണ്ട്. ദെൻ ലാസ്റ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി ഓഫ് ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടാവണേ. ഇതാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ 4 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ ഗോയിങ് ടു 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഡയാ, പാര, ഫെറോ. ഇവരെന്താണ്, ഇവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇവരുടെ സസെപ്റ്റിബിലിറ്റി എന്താണ്, പെർമിയബിലിറ്റി എന്താണ്, ആ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ 2ാമത്തെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ഗോസസ് ലോ ആൻഡ് മാഗ്നറ്റിസം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കണേ. അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് മോണോപോൾസ്
ഡസിൻ്റെ എക്സിസ്റ്റ് ഇൻ നേച്ചർ എന്നുള്ള കേസ് ഉണ്ട് കേട്ടോ. മാഗ്നറ്റ് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വെച്ചിട്ടാണ്. ദെൻ ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം. ആ ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി, ആ ഒരു ടേംസ് ഇല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ആ ഒരു ഭാഗം കേട്ടോ. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി ആണെന്ത് μr=1+chi. ഇതൊക്കെ തൊട്ടുമ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണേ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. കാണാത്ത നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. ദെൻ ഗോയിങ് ടു ചാപ്റ്റർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിൻ്റെ ഡെറിവേഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ദെൻ ഫാരഡേസ് ലോ എന്താണ്, ലെൻസസ് ലോ എന്താണ്, എ സി ജനറേറ്ററിൽ EMF ഓർ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം, ഗ്രാഫ് എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ചാപ്റ്റർ 7 ആൾട്ടർനേറ്റിംഗ് കറണ്ട്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ സിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട LCR സർക്യൂട്ട്, സർക്യൂട്ട് പഠിക്കണം. അതിൽ നിന്ന് ഇമ്പിഡൻസ്, കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിക്കണം. റെസൊണൻസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. റെസൊണൻസ് എന്താണ്, റെസൊണൻസ് ഫ്രീക്വൻസി എന്താണ്, റെസൊണൻസ് കണ്ടീഷൻ എന്താണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരു ടോപ്പിക്കിനെ നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അല്ലാതെ ഒരു ഔട്ട്ലൈൻ പഠിക്കുന്നതോട് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട്. അതാണ് നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നത്. പഠിക്കുന്ന ടോപ്പിക്കിന് 100% ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണേ. ദെൻ അതിൽ രണ്ടാമത് വരുന്നത് AC വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. നമുക്കത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഏതാണ് കപ്പാസിറ്റർ ആണ് ഇൻഡക്ടർ ആണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ഒരു സെഷനിൽ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കപ്പാസിറ്റർ, ഇൻഡക്ടർ ആണ്. റെസിസ്റ്റർ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആവട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ റെസിസ്റ്റർ ചോദിച്ചേക്കാം. അവിടെ പവറിൻ്റെ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ വാട്ട്ലെസ് കറണ്ട് എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ ചാപ്റ്റർ 8 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. വെറും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഇന്ന് ചെയ്ത വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 6 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ് 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ്. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് +2 ഫിസിക്സിലെ റേ ഒപ്റ്റിക്സിൽ നിന്നാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ കർവ്ഡ് സർഫേസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതുപോലെ തന്നെ പ്രിസം, മിറർ ഫോർമുല, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, TIR എന്താണ്, അതിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒക്കെ അറിഞ്ഞിരിക്കുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ബട്ട് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഫുൾ മാർക്ക് അടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സിമ്പിൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കുക. റേ ഡയഗ്രവും മാഗ്നിഫിക്കേഷൻ അറിഞ്ഞിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ദെൻ 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ടിൽ റേ ഒപ്റ്റിക്സിന് മാത്രമാണ് കൂടുതൽ മാർക്ക് വരുന്നത്. വേവ് ഒപ്റ്റിക്സിന് 5 മാർക്ക്, ബാക്കിയൊക്കെ 3 മാർക്കിൻ്റെ സെഷനിൽ ക്വസ്റ്റ്യൻസ് ആണ് വരുമോ. അപ്പോൾ വേവ് ഒപ്റ്റിക്സിൽ 5 മാർക്കിൽ ഹൈഗൺസ് പ്രിൻസിപ്പിൾ മസ്റ്റ് സ്റ്റഡിയാണ്. ഹൈഗൺസ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൽ നിന്ന് ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷൻ സ്നെൽസ് ലോ എന്ന് വെച്ചിട്ടും ചോദിക്കാം കേട്ടോ. ദെൻ അതിൽ നിന്ന് പോളറൈസേഷൻ എന്താണ്, മാലസ് ലോ എന്താണ്, പോളറൈസേഷൻ വരുമ്പോൾ ലൈറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യുന്നത്, ട്രാൻസ്വേഴ്സ് നേച്ചർ ആണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇൻ്റർഫറൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇൻ്റർഫറൻസ് കൺസ്ട്രക്റ്റീവ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. ആ ഒരു ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. തോമസ് എങ്ങനെ ഡബിൾ സ്ലിറ്റ് എക്സ്പെൻഡ് ഔട്ട്ലൈൻ ഒന്ന് അറിഞ്ഞിരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ദെൻ 11ാമത്തെ ചാപ്റ്റർ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. അതിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ എന്താണ്, കൈനറ്റിക് എനർജി എന്താണ്, പ്രോബ്ലംസ് ഒക്കെ വന്നേക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ ഗ്രാഫുകളുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വേഴ്സസ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫുകൾ എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫോട്ടോൺസ് എന്താണ്, ഫോട്ടോൺസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ചാപ്റ്റർ 12 ആറ്റംസ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആറ്റംസിൽ നിന്ന് വരിക. ബോർ ആറ്റോമിക് മോഡലാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. വെലോസിറ്റി ആൻഡ് എനർജി ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഡെറിവേഷൻ മസ്റ്റ് സ്റ്റഡിയാണ്. റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ അറിഞ്ഞിരിക്കുക, അതിൻ്റെ ലിമിറ്റേഷൻസ് അറിഞ്ഞിരിക്കണം. അതിൽ നിന്നൊരു റെയർ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് പാരാമീറ്ററും ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. മോഡൽ എക്സാമിന് അത് വന്നത് കാണാം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് വന്നിട്ടുണ്ട്. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണ്, അതിൽ 5 ലൈൻ സ്പെക്ട്രൽ സീരീസ്, ലൈമ ബാമർ, അത് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ആളും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ അവസാനം പറ്റുമെങ്കിൽ ഈ ഒരു ടോപ്പിക് കൂടി പഠിക്കണമെന്ന് പറയാം. ബോറിൻ്റെ ആറ്റോമിക് മോഡൽ, ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ ഡി ബ്രോഗ്ലിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π L=n/2πയിൽ ഒരു കൺഫർമേഷൻ, ഒരു എക്സ്പ്ലനേഷൻ ലൂയിസ് ഡി ബ്രോഗ്ലി വേവ് നേച്ചർ വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് പറ്റുമെങ്കിൽ അതും കൂടി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് 13ാമത്തെ ചാപ്റ്റർ ആണ് ന്യൂക്ലിയർ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. മാസ് ഡിഫക്റ്റ് എന്താണ്, ബൈൻഡിങ് എനർജി എന്താണ്, ഒരു പ്രോബ്ലം വന്നേക്കാം. ദെൻ ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ഫ്യൂഷൻ എന്താണ്, ഒരു 1 വേർഡ് സെഷനാണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താണ്, അതിൻ്റെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കണം.
ദെൻ ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ്, ഐസോടോൺസ് എന്താണ്, ഇതൊക്കെ ഒരു മാർക്കിൻ്റെ സ്മൈൽ എക്സാമിന് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാർക്കിൻ്റെ സെഷൻസ് ഒക്കെയാണ് ആ ഭാഗത്ത് വരിക. പക്ഷേ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലത്തിന് ചാൻസ് ഉണ്ട്. മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് ഏജ്, അതുപോലെ തന്നെ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലനേഷൻ ഒക്കെ തന്നതായിരുന്നു. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ 14 സെമി കണ്ടക്ടിങ് ഡിവൈസസ് ഓർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതിൽ നിന്നും വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇതിൽ ഏത് എന്ന് പറയാൻ പറ്റില്ല, രണ്ടും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഗ്രാഫൊക്കെ ഫുൾ വേവ് റെക്ടിഫയർ പഠിക്കുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് പഠിക്കണം, വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് പഠിക്കണം. അതിന് രണ്ടാളുടെയും ഗ്രാഫുകൾ, ഇൻപുട്ട് ഗ്രാഫ്, ഔട്ട്പുട്ട് ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഡെറിവേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫിഗർ വരച്ച് കൊടുക്കണേ. ഡെറിവേഷൻസ് ആ ഒരു ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ച് കൊടുക്കുക. കാരണം അത് ഫിഗർ വരക്കാൻ പറഞ്ഞാലേ വരക്കൂ എന്ന് നിങ്ങൾ തീരുമാനിക്കല്ല. നിങ്ങൾ എന്തായാലും ഫിഗർ വരച്ചു കൊടുത്താൽ സ്കെയിൽ പെൻസിലൊക്കെ യൂസ് ചെയ്ത് ഫിഗർ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫൈനൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഓരോ ടേംസ് എന്താണെന്നൊന്ന് എടുത്ത് എഴുതാം കേട്ടോ. അതുപോലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫൈനൽ SI യൂണിറ്റിൽ തന്നെയല്ലേ ഞാൻ എഴുതിയിട്ടുള്ളത്, SI യൂണിറ്റ് മാറിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് എന്താണ്, അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, അതിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് ഉണ്ട്, അതുകൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ആ ചാപ്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 14 ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്, പക്ഷെ അത് പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇതിലേതെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്സ് ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, ഇത് മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത്, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇനി പഠിക്കാൻ തുടങ്ങണം എന്നല്ല, നമ്മൾ അവസാനത്തെ ടൈമായി, കലാശക്കൊട്ടായി. അപ്പോൾ ഇതൊക്കെ പഠിച്ച് സെറ്റായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, അത് നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ, ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഇൻസ്റ്റയിലാണ്, അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ബെസ്റ്റ് എല്ലാവർക്കും, നിങ്ങളുടെ ബെസ്റ്റ് അതെടുക്കാൻ വേണ്ടി പറ്റട്ടെ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫിസിക്സ് എക്സാം. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.